നമസ്കാരം. അങ്ങനെ വിഷു ചിത്രങ്ങളിൽ മാസ് പടം കാണാം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ട് ആദ്യം തന്നെ പോയി കണ്ടത് മരണമാസം എന്ന സിനിമയാണ്. പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു മരണമാസമല്ല, കൊലമാസാണ് എന്നാണ്. അതിന് കാരണം ഞാൻ വഴിയെ പറയാം. ഇതൊരു ബ്ലാക്ക് ഡാർക്ക് കോമഡി ജേണറിൽ വരുന്ന സിനിമയാണ്. അതായത് ഇതിന് മുന്നേ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, പിന്നെ സൂക്ഷ്മദർശിനി എന്നീ സിനിമകളാണ് ഒരു ബ്ലാക്ക് കോമഡി എന്നുള്ള ഒരു ജേണറിൽ വന്നത്. പക്ഷെ അതിലൊന്നും അത്ര കോമഡി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ സിനിമയിൽ കുറെ ചിരിക്കാനുണ്ട്. നമുക്ക് കുറെ കോമഡി രംഗങ്ങൾ അവർ കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ടർ ശിവപ്രസാദ്, അതേപോലെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിജു സണ്ണി ആണ്. പുള്ളി ഒരു ആക്ടർ കൂടിയാണ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത്, റിയലിസ്റ്റിക് ഉള്ള ചിന്താഗതി വിട്ടിട്ട് അൺറിയലിസ്റ്റിക് ആയ ലോജിക് ഒന്നും നോക്കാതെ ഒരു ഫൺ സിനിമ പോയി കാണാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി പോയി സിനിമ കാണാം. അല്ലാതെ ലോജിക്കോ റിയലിസ്റ്റിക് ചിന്താഗതിയോ ഒന്നും നോക്കിയിട്ട് ഈ സിനിമ പോയി കാണരുത്. ഈ പടത്തിന്റെ ആദ്യം തന്നെ ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് സീരിയൽ കില്ലർ ഒരാളെ കൊല്ലുന്നതാണ്. ആ സീൻ തൊട്ട് ആ ചാവാൻ പോകുന്ന ആ ആള് കോമഡി പറഞ്ഞിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പ്രേക്ഷകന് സ്റ്റാർട്ടിങ് തന്നെ ഈ പടത്തിന്റെ ജേണർ എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ്. ഒരു സീരിയൽ കില്ലർ പ്ലസ് ഒരു കോമഡി ജേണറിലാണ് പടം പോകുന്നതെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഡയറക്ടർ ബ്രില്യൻസ് എനിക്ക് തോന്നിയത് ഇതിലെ നെയിംസുകളാണ്. ഓരോരുത്തരുടെ ക്യാരക്ടർ നെയിംസുകൾ, ശരിക്കുള്ള പേര് വേറെയും, വിളിക്കുന്ന പേരുകൾ ജിക്കു, ലൂക്ക്, പിന്നെ പൂക്കി, അങ്ങനെ കുറച്ച് വെറൈറ്റി പേരുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു സീൻ നടക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി കാണിക്കുന്ന കുറെ, അത് നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ കറക്റ്റ് ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചില വാക്കുകൾ എഴുതിയിട്ടുണ്ടാവും, ചില സെന്റൻസുകൾ. അതായത് ചത്തിട്ടുള്ള നാറികളെ ഫോർ എക്സാമ്പിൾ കേട്ടാ, പിന്നെ കൊല്ലാം തോൽപ്പിക്കാനാവില്ല, പിന്നെ ബസിന്റെ പേര് വീണപ്പൂവ്, അങ്ങനെ കുറെ അധികം അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ ഇതിൽ സീരിയൽ കില്ലർ കൊന്നു കഴിയുമ്പോൾ പഴം വായിൽ കുത്തിത്തിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി കിടക്കുന്നുണ്ട് അതിലൊക്കെ. അതുപോലെ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴത്തിന്റെ മുകളിലാണ് മരണമാസം എന്ന് എഴുതുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സീരിയൽ കില്ലർ എന്തിനാണ് സീരിയൽ കില്ലർ ആരാന്ന് എല്ലാവർക്കും അറിയാം, ട്രെയിലർ കണ്ട പറയാം. എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ മോട്ടീവ്, എന്താണ് ഇതൊക്കെ എന്നൊക്കെ എല്ലാം ക്ലൈമാക്സ് ടെയിൽ എൻഡിലാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇത് ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലാണ്. അറിയാലോ, ബേസിൽ ഇപ്പോ ഒരു ജനപ്രിയ നായകൻ എന്നുള്ളൊരു ലാബിലോട്ട് വന്നിരിക്കുകയാണ്. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന രീതിയിലാണ്. ഇതിൽ തന്നെ ക്യാപ്ഷനായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, ബേസിലിന്റെ എൻട്രി വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു എൻട്രി ആയിരുന്നു. പ്ലസ് അതില് പിന്നെ സാഡ് സൂപ്പർ സ്റ്റാർ, പിന്നെന്താ ബാലൻസിങ് സൂപ്പർ സ്റ്റാർ, ആംഗ്രി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അതൊക്കെ ഒരു ചെറിയൊരു ഡയറക്ടറിന്റെ ഒരു ചെറിയൊരു ബ്രില്യൻസ് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൽ വേറെ നെഗറ്റീവ് ഇതിൽ കൂടെ പറയുകയാണെങ്കിൽ ബേസിൽ തന്നെയാണ് ഇതിൽ കുറച്ച് വെറുപ്പിച്ചിട്ടുള്ളത്. കാരണം അതില് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അതെന്താ സ്പോയിലറൊന്നുമല്ല. അതിൽ ബേസിൽ കഞ്ചാവ് വലിച്ചിട്ടൊരു സീനുകളുണ്ട്, അത് കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നിയിരുന്നു. അതുപോലെ സിമിത്തേരിയിലുള്ള കുറച്ച് സീനുകൾ, അതെല്ലാം കുറച്ച് വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം തുടങ്ങുമ്പോൾ തന്നെ കുറെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. നമുക്കറിയാവുന്ന കുറെ പേരുണ്ട്, പേരെടുത്ത് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഒരു 40 മിനിറ്റ് വരെ ക്യാരക്ടർ ഇൻട്രോയും അങ്ങനത്തെ കുറെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇട്ട് വന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാങ്ങനെ പോകണമെന്ന്. പക്ഷെ അതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു 40 മിനിറ്റ് ആകുമ്പോൾ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ. അതായത് സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, ബേസിൽ, അതുപോലെ നായികയായിട്ട് വന്ന കുട്ടി അനിഷ്മ, പിന്നെ ആരാളുടെ പേര്, സീരിയൽ കില്ലറായിട്ട് വന്നിട്ടുള്ള രാജേഷ് മാധവൻ. ഇവരാണ് പിന്നെ ആ സിനിമ കൊണ്ടുപോകുന്നത്. ആ സീരിയൽ കില്ലറായിട്ട് അഭിനയിച്ച രാജേഷ് മാധവൻ നമുക്കറിയാം, നമ്മുടെ എന്നാത്താൻ കേസുകൂട് എന്നുള്ള ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അഭിനയിച്ച പുള്ളിയാണ്. പക്ഷെ പുള്ളിയൊക്കെ നന്നായി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചവരെല്ലാവരും നന്നായി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സുരേഷ് കൃഷ്ണയൊക്കെ പ്രത്യേകം എടുത്ത് പറയണം, കൺവിൻസിങ് സ്റ്റാർ, പുള്ളിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ആർക്ക് കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിക്കൊന്നും നോക്കാതെ ഒരു ഫൺ മൂവി, എന്താ പറയാ, ഒരു റിയലിസ്റ്റിക് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഫാമിലി കിഡ്സിനൊക്കെ പോയി കാണാവുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ കാണാൻ പോകുന്ന വയലൻസോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ വയലൻസും കാര്യങ്ങളൊന്നുമില്ല. സീരിയൽ കില്ലറാന്ന് പറഞ്ഞാലും ഓരോ സീനിലും ഇവര് സീരിയസ് ആയിട്ട് വെച്ച സീനുകളിൽ തന്നെ കോമഡി ആയിട്ടുണ്ട്.
ഞാൻ അത്യാവശ്യം അവിടെ ഇവിടെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട് ഈ സിനിമ. അതാണ് പിന്നെ പറയാനുള്ളത്. കിഡ്സ് ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ഓവറാക്കൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു മൂവിയാണ്. എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 2.5 ഔട്ട് ഓഫ് 5 ആണ് ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്നത്. സിനിമ കണ്ടവർ ഇതിൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം എല്ലാവർക്കും സെയിം ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.